സംതൃപ്തിയുടെ ഒരു മണ്ഡലകാലമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ശബരിമലയിൽ ദർശനത്തിനായി 76,001 തീർത്ഥാടകരാണ് എത്തിയത്. ഇന്നും തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് സുജു നമ്മളോടൊപ്പം ചേരുകയാണ്. ശബരിമല വിശേഷങ്ങളുമായി നമുക്ക് നോക്കാം. ഇന്നത്തെ തിരക്ക് എങ്ങനെയുണ്ട്, എന്താണ് സന്നിധാനത്തെ കാലാവസ്ഥയെന്ന്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഇന്ന് സന്നിധാനത്ത് തിരക്ക് എങ്ങനെയാണ്? നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? കാലാവസ്ഥ എങ്ങനെയാണ്? അനുകൂലമാണോ? മനു, കാലാവസ്ഥ അനുകൂലമാണ്. ഇന്നും സന്നിധാനത്ത് നല്ല തിരക്കാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ധാരാളം തീർത്ഥാടകർ ദർശനത്തിനായി ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സന്നിധാനത്ത് ഇന്ന് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 7 മണി വരെ 30,000-ഓളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്നും തീർത്ഥാടകരുടെ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചുകുട്ടികളടക്കം ധാരാളം കുട്ടിമാളികപ്പുറങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുന്നുണ്ട്. നമുക്കൊരു ഇവരോടൊന്നും ചോദിക്കാമെന്നാണ്. ചേട്ടനാണ് വരുന്നത്? ഞങ്ങൾ കോഴിക്കോട്. ഏറ്റവും അടിപൊളിയാണ്. നല്ല സുഖമായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടോ? സംസാരിച്ചിട്ട് പോവാം. മോനെ, പേരെന്തുവാ? ഇവിടുന്നാ വരുന്നേ? ഞാൻ കോഴിക്കോട്. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു മല കയറ്റമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു മല കയറ്റം? മല കയറിയത് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? പാട്ടൊക്കെ പാടുവോ? ഒന്ന് പാടാവോ? 2 വരി? ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു കേട്ടാ മല കയറ്റം? കുഴപ്പമില്ല. തിരക്ക് ഇപ്പം ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല. ഇപ്പോൾ എത്ര മണിക്ക് പമ്പയിലെത്തി? പമ്പയിൽ 4 മണിക്ക് എത്തി. 6 മണിക്ക് ചവിട്ടിയതാണ്. കാലാവസ്ഥയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല കാലാവസ്ഥ. തൊഴിലിട്ട് പോകാം കേട്ടോ. ഒരുപാട് ചോദിക്കട്ടെ, ഒരു രഹസ്യം ചോദിക്കട്ടെ. എന്താ പ്രാർത്ഥിക്കാൻ പോന്നെ? എന്താ പഠിക്കാൻ ബുദ്ധിയാണോ? എന്താ പറയുന്നത്? ശരി, ഓക്കെ. എന്തായാലും ശബരിമലയിലെ ഒരു സൗന്ദര്യം തന്നെയാണ്. കുട്ടികളും അവരുടെ ഈ കുറുമ്പുകളൊക്കെ ഉണ്ട്. അത് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞു വന്ന തിരക്കിനെ പറ്റിയായിരുന്നു. ഇന്നും ഏതാണ്ട് 30,000-ഓളം ആളുകൾ 7 മണി വരെ മല ചവിട്ടിയെന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും നല്ല തിരക്ക് തന്നെയാണ് ശബരിമലയിൽ. തിരക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മുമ്പ് തിരക്കെന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നീണ്ട ക്യൂവും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഈ മണ്ഡലകാലം ആരംഭിച്ച നാൾ മുതൽ ഇതുവരെയും ആളുകൾക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായി ആണ് തീർത്ഥാടനം മുമ്പോട്ട് പോകുന്നത്. ചില ആളുകൾ തുടക്കത്തിൽ നമ്മുടെ സനോജൊക്കെ വന്ന് ശബരിമലയിലെല്ലാം ഫൈനാണെന്ന് പറയുമ്പോൾ ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനിയും വരും ദിവസങ്ങളിൽ 12 വിളക്കിലൊക്കെ കഴിയുമ്പോൾ തിരക്ക് തുടരുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ എങ്ങനെ പോകും എന്ന് കണ്ടറിയണമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കെല്ലാം മറുപടി എന്ന് പറയുന്നത് ഇന്നും ഞാൻ ഈ ഡിസംബർ മാസം ഇന്ന് 19-ാം തീയതി ഈ ശബരിമല സന്നിധാനത്ത് നിൽക്കുമ്പോഴും ഇന്നിപ്പോഴും നമ്മൾ പ്രതികരിച്ച ആളുകൾ പറഞ്ഞ പോലെ വളരെ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയാണ് ശബരിമല മണ്ഡലകാലം മുമ്പോട്ട് പോകുന്നത്. ഇന്നലെ മുതൽ ഒരു പുതിയ ക്രമീകരണം കൂടെ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പരമ്പരാഗത കാനനപ്പാത വഴി 30 കിലോമീറ്റർ നടന്നു വരുന്ന എരുമേലി വഴിയുടെ തീർത്ഥാടകർക്ക് ഇനി മുതൽ വാവരുനടയുടെ സമീപമുള്ള പ്രത്യേക ഗേറ്റ് വഴി അവർക്ക് വലിയ നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ ടോക്കൺ അനുവദിച്ച് കയറിപ്പോകേണ്ട സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സുഖദർശനമുള്ള നടപടികളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അതത് ഘട്ടങ്ങളിൽ ഉറപ്പുവരുത്തുന്നുണ്ടെന്നതും ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ് മനു. തീർച്ചയായും. ഞാനിപ്പോൾ സുജു സംസാരിക്കുമ്പോൾ സുജുവിൻ്റെ തൊട്ട് പുറകിൽ ഈ ഫ്ലാസ്കിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ സന്നിധാനത്ത് വന്നപ്പോഴും കണ്ടൊരു കാഴ്ച അത് തന്നെയായിരുന്നു. പോയി കാണും, സുജു അങ്ങോട്ട് അന്തം വിട്ട് നോക്കുന്നുണ്ട്, ചിലപ്പോൾ പോയി കാണും. ഇതുപോലെ എല്ലായിടങ്ങളിലും കുടിവെള്ളമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് അത്തരത്തിൽ സൗകര്യങ്ങളുടെ ഒരു വലിയ കാഴ്ചയാണ് ഇത്തവണ കാണാൻ കഴിയുന്നുണ്ട്. പറഞ്ഞു. അതെ മനു, ഈ ഫ്ലാസ്കിൻ്റെ ഒരു ഇത് നമുക്ക് കാണാം. ഈ അടുത്ത് ചേട്ടൻ ഓടിപ്പോതെ വെള്ളം ചോദിക്കുമല്ല. കുഴപ്പമില്ല ചേട്ടൻ, വെള്ളം തന്ന സ്ഥിതിക്ക് നമ്മൾ ചേട്ടൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ മോശമാണ്. വെള്ളം ഓക്കെ, കുളമാക്കി. അതായത് ഈ തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഒരുപാട് ആൾക്കാരെല്ലാം വെള്ളം കുടിക്കാൻ ഒരുപാട് പേര് വെള്ളം കുടിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് വെള്ളം കൊടുക്കുന്നത്. ചൂടുവെള്ളമാണോ? ചുക്കുവെള്ളം. മനുവെള്ളമാണ് ഈ പ്രത്യേകത. ഈ ചുക്കുവെള്ളം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കുടിക്കാവുന്ന ചൂടേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രത്യേക പൈപ്പ് മുഖേന, ഇവിടെ ഇല്ല മറ്റ് സ്ഥലങ്ങളെല്ലാം പ്രത്യേക പൈപ്പ് ഏർപ്പെടുത്തുന്ന ചൂടുവെള്ളം കൃത്യമായി എത്തിക്കുന്നു. അത് ആളുകൾക്ക് കൊടുക്കുന്നു. ഈ ഒരു കുടിവെള്ളത്തിൻ്റെ ഈ ഫ്ലാസ്ക് വന്നത് എൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, കാരണം ഈ ആളുകൾ ഈ നടുക്ക്, അതായത് വലിയ നടപ്പന്തലിൽ ക്യൂ നിൽക്കുന്നവർക്ക് വളരെ എളുപ്പമല്ല വെള്ളം എത്തിക്കുക. അപ്പോൾ അവർക്ക് സെൻട്രലിൽ നിൽക്കുന്നവർക്കൂടെ എല്ലാവർക്കും ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഫ്ലാസ്ക് സംവിധാനം ശബരിമലയിൽ കൊണ്ടുവന്നത്. കുടിവെള്ളം മാത്രമല്ല, ബിസ്ക്കറ്റ് ഉണ്ട്. ആ ബിസ്ക്കറ്റൊക്കെ നമ്മളും കഴിച്ചിട്ടുണ്ട്.
சுவாமியே சரணமையப்பா. சுவாமியே சரணமையப்பா. அப்போ நல்லாயிட்டு வந்து சாமி. நான் நேற்று வந்தது நல்ல தரிசனம், நல்ல தரிசனம், நல்ல தரிசனம். சாமியை ஃப்ரீயா பார்த்தோம். நல்ல தரிசனம். Place we are coming. தமிழ்நாடு, தமிழ்நாடு, செங்கல்பட்டு டிஸ்ட்ரிக்ட், தமிழ்நாடு. சுவாமியே சரணமையப்பா. അതായത് ഇപ്പം പറഞ്ഞ ആളുകൾ അവർ ചെങ്കൽപ്പേട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന അവരും സുഖദർശനമാണ്, നല്ല ദർശനമാണ്, സ്വാമിയെ നല്ലവണ്ണം തൊഴാൻ സാധിച്ചു എന്ന് അവരും പറഞ്ഞു. കുടിവെള്ളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അങ്ങനെ എല്ലാവർക്കും കൃത്യമായി കുടിവെള്ളവും അതുപോലെ തന്നെ ലഘുഭക്ഷണവും ഒക്കെ ദേവസ്വം ബോർഡ് കൃത്യമായി നൽകുന്നു എന്നതാണ് ഈ തീർത്ഥാടന കാലത്തെ ഒരു പ്രത്യേകത. മാത്രമല്ല നമുക്കിപ്പോൾ മറ്റൊരു ദൃശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാലിന് ചെറിയ ബുദ്ധിമുട്ടുള്ളൊരു സ്വാമി വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഫ്ലൈ ഓവറുകൾ കയറ്റിവിടാതെ പ്രത്യേകം ഈ ക്യൂ മാറ്റി പ്രത്യേക ഗേറ്റിലൂടെ കടത്തിവിടുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്കും കുട്ടികൾക്ക് വളരെ മുതിർന്ന ആളുകൾക്കെല്ലാം തന്നെ പ്രത്യേക ക്യൂ അനുവദിച്ചുകൊണ്ട് അവർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ശബരിമലയിൽ സുഖദർശനം സാധ്യമാക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായ കാഴ്ച ഈ ഇതിലേക്ക് എത്തുമ്പോൾ നമ്മൾ 18-ാം പടി ശബരിമലയെ സംബന്ധിച്ചുള്ള നമുക്കറിയാം, അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി പ്രത്യേക നിബന്ധനകളൊന്നും തന്നെയില്ല. എന്നാൽ 18-ാം പടി കയറണമെങ്കിൽ ഇരുമുടി കെട്ട് ഏന്തി വരുന്നവർക്ക് മാത്രമേ 18-ാം പടി ചവിട്ടാൻ സാധ്യമുള്ളൂ. അങ്ങനെ 18-ാം പടി ചവിട്ടുന്നിടത്താണ് പോലീസിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു സേവനം കാണുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഇപ്പോൾ ആ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18-ാം പടി കടന്നു എത്തുന്ന തീർത്ഥാടകരെ അവർക്ക് ഏറ്റവും സുഖദർശനം നടത്താനുള്ള അവസരങ്ങൾ പോലീസ് ഒരുക്കി കൊടുക്കുന്നു. അതിന് ഏറ്റവും കഷ്ടപ്പെടുന്നു. മണിക്കൂറിൽ പരമാവധി ആളുകളെ ശബരിമല ദർശനത്തിനായി അവസരം ഒരുക്കി കൊടുക്കുന്നതും ഈ പോലീസ് സേനയാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അമ്മ എവിടുന്ന് വരുന്ന? ഞങ്ങൾ പാലക്കാട്. എങ്ങനെ ഉണ്ടായിരുന്ന യാത്രയൊക്കെ? നല്ല സുഖമായിരുന്നു. സംഘം വരുന്നത് ഞങ്ങള് രണ്ടാമത്തെ പ്രാവശ്യം. അമ്മയുടെ പേരെന്തോ? രാജി. അമ്മ എങ്ങനെ ഉണ്ടായിരുന്ന യാത്രയൊക്കെ? കുഴപ്പമില്ല, സുഖമായിരുന്നു. സുഖമായിരുന്നു അല്ലേ? രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ? അവരുടെ മോനല്ലേ? ഈ പ്രാവശ്യം നടന്നവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. തിരക്കുണ്ടായിരുന്നു, എന്നാലും നന്നായി കൺട്രോൾ ചെയ്തു. കുഴപ്പമില്ല. കുടിവെള്ളമൊക്കെ കിട്ടിയോ? ധാരാളം. എല്ലാം നല്ലപോലെ കിട്ടിയിരുന്നു. ബാത്റൂമും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ആദ്യം പറഞ്ഞ മൈക്കിൽ കേട്ടിരുന്നു, ഒന്നുകൂടെ പറഞ്ഞു. അല്ല, ഭക്ഷണം, അല്ല ഫുഡ്, ബിസ്ക്കറ്റ്, കുടിവെള്ളം എല്ലാം കിട്ടിയിരുന്നു. എല്ലാം ഭംഗിയായി കിട്ടിയിരുന്നു. കുട്ടികളുണ്ടോ നമ്മുടെ കൂടെ? ഇല്ലല്ലേ? ആ, അപ്പോൾ എന്തായാലും നല്ല ദർശനം ഞങ്ങൾ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ നേരുന്നു. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇത് നമ്മൾ പറയുന്നതല്ല, പെട്ടെന്ന് ഒരാളെ മുന്നോട്ട് നിർത്തുന്നതല്ല. വളരെ പെട്ടെന്ന് കാണുന്ന ആളുകൾ അവരുടെ നിന്നുള്ള പ്രതികരണം, അവർക്ക് കുടിവെള്ളം, ബിസ്ക്കറ്റ്, ഭക്ഷണം, പ്രത്യേകിച്ച് ശുചീകരണ പ്രവർത്തനത്തെ കൂടി സൂചിപ്പിക്കുന്നത്, നല്ല ടോയ്ലറ്റ്, നല്ല ഫെസിലിറ്റി, ഇതെല്ലാം തന്നെയാണ് ശബരിമലയിലെ ഒരു പ്രത്യേകത. ഒരു കവിത പോലെ തന്നെ എന്ന് പറയാൻ സാധിക്കും. കാരണം ഇവിടെ എത്തുന്ന, ഞാൻ അമ്മയെന്ന് വിളിച്ചെങ്കിൽ പോലും സാധാരണ മാളികപ്പുറങ്ങളും സ്വാമിമാരുമാണ് എല്ലാവരും. അത് പോലീസ് എല്ലാവരും സ്വാമിമാരായി മാറുന്ന ഒരു കാഴ്ച, അയ്യപ്പന്മാരായി മാറുന്ന കാഴ്ചയാണ്. അങ്ങനെ എല്ലാ സമഭാവനയോടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഒരു തീർത്ഥാടന കാലം. പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. അതിൽ ആർക്കും തന്നെ ഈ പ്രവണ എത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും നല്ലൊരു തീർത്ഥാടനം ലഭിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. പരിഭവങ്ങളും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു തീർത്ഥാടന കാലം എന്നതാണ് സുജു ഇത്തവണത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അയ്യപ്പൻ ഏറ്റവും സുഖമായി ഭക്തർ കണ്ടുമടങ്ങുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സുജു. ഞാൻ പിന്നീട് കാണാം നമുക്ക് സന്നിധാനത്ത് നിന്ന്. സുജുവാണ് നമ്മളോട് സമഗ്രമായി സംസാരിച്ചത്. ഒപ്പം തന്നെ അവിടെ എത്തിയ അയ്യപ്പന്മാരുമാണ് അവരുടെ ഒരു അനുഭവം നമ്മളോട് വിവരിക്കുകയും ചെയ്തത്.